പാലാ മീനച്ചിലിൽ കാണാതായ വയോധികനായുള്ള തെരച്ചിൽ ഫലം കണ്ടില്ല. കഴിഞ്ഞ മാസമാണ് മാത്യു തോമസ് എന്ന വയോധികനെ കാണാതായത്. പല സംഘങ്ങളായി ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താനായിട്ടില്ല. എറണാകുളത്ത് നിന്ന് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തെരച്ചിൽ. പാലാ മീനച്ചിലിൽ നിന്നും ഇക്കഴിഞ്ഞ ഡിസംബർ 21 കാണാതായ പടിഞ്ഞാറേ മുറിയിൽ വീട്ടിൽ മാത്യു തോമസ് എന്ന 84-കാരന് വേണ്ടിയാണ് പോലീസിന്റെ 100-ലധികം പേരടങ്ങിയ സംഘം നാട് മുഴുവൻ തെരച്ചിൽ നടത്തിയത്. പാലാ ഡിവൈഎസ്പി ഓഫീസിന് കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നും കോട്ടയം AR ക്യാമ്പിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരാണ് തെരച്ചിലിൽ പങ്കാളികളായത്. എറണാകുളത്ത് നിന്നും ഡോഗ് സ്ക്വാഡിന്റെ കടാവർ ഡോഗ്സും എത്തിയിരുന്നു. മാത്യുവിനെ കാണാതായ ദിവസവും അടുത്ത ദിവസങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അദ്ദേഹം പോകാൻ ഇടയുള്ള സ്ഥലങ്ങളിലും എല്ലാം തെരച്ചിൽ നടത്തി. 1/2 കിലോമീറ്റർ കൂടുതൽ നടക്കാനുള്ള ഇതില്ല. ഞാൻ അദ്ദേഹം കഥയ്ക്കാൻ തുടങ്ങി. ആള് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, കാർഡിയോളജി ഉണ്ട്, പിന്നെ ലിവർ സിറോസിസ് ഉണ്ട്, പിന്നെ സ്കിൻ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഒത്തിരി വിഷയങ്ങളുള്ള ആളാണ്. അപ്പോൾ 15 ദിവസം വരെ ഇവരാരും വേറെ പരാതികളൊന്നും കൊടുത്തിട്ടില്ല. 15 ദിവസങ്ങൾക്ക് ഇപ്പുറം പോലീസിൻ്റെ അന്വേഷണം മോശമാണെന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുകയും പിന്നെ ഹേബിയസ് ഫയൽ ചെയ്യുകയും ചെയ്തു. മാത്യു തോമസിന്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി മാത്യുവിന്റെ ഇളയ 4 മക്കൾ ചേർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന. പോലീസ് മാത്യു തോമസിന്റെ വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ 5 മണിക്കൂർ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രായാധിക്യത്തിന്റെ അവശതകളുള്ള ആളാണ് മാത്യു തോമസ്. ഇതിനാൽ അധിക ദൂരത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ഗ്രാമീണ മേഖലയായതിനാൽ അടുത്തെങ്ങും CCTV-കളില്ലാതിരുന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയായി. അന്വേഷണം തുടരുമെന്നും വ്യാഴാഴ്ച നടന്ന തെരച്ചിലിന്റെ വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറുമെന്നും പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.